ഫൈനലി ഐഫോൺസിന് ഇപ്പോൾ ഒരു പ്രോ ക്യാമറ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആപ്പിൾ തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്ന. ആ ആപ്പിൻ്റെ പേര് ഫൈനൽ കട്ട് ക്യാമറ എന്നാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഫൈനൽ കട്ട് എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഓൾറെഡി ആപ്പിളിനുണ്ടായിരുന്നത്. വളരെയധികം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണത്. അപ്പോൾ നമുക്ക് ഡാവിഞ്ചി റിസോൾവും അല്ലെങ്കിൽ പ്രീമിയർ പ്രോയോ അതിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു ഫൈനൽ കട്ട് എന്ന് പറയുന്നത്. അതേ നമ്മളുടെ ഐഫോണിലൊക്കെ ഉള്ള iMovie കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ട് നമുക്ക് ഫൈനൽ കട്ടിനെ പറയാം. അപ്പോൾ ഈ ഒരു ഫൈനൽ കട്ടിൻ്റെ തന്നെ ഒരു ക്യാമറ ആപ്പ് ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരിയധികം മാനുവൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഐഫോൺസിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആപ്പ് ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഫൈനൽ കട്ട് ക്യാമറ എന്നാണ് എൻ്റെ പേര്. ആപ്പിളിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ്, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒന്നുമല്ല, നമുക്ക് ആപ്പിളിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആണത്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ കണ്ടും വെൽക്കം ടു ഫൈനൽ കട്ട് ക്യാമറ എന്നൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ കണ്ടും റിക്വയർഡ് പെർമിഷൻസ്, ക്യാമറ ആക്സസ് ഉണ്ട്, മൈക്രോഫോൺ ആക്സസ് ഉണ്ട്. അപ്പം ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക, ജസ്റ്റ് അലോ കൊടുത്ത് വിടുക. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഒരു ലൊക്കേഷനും കാര്യങ്ങളും കൂടെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് അലോ വൈൽ യൂസിങ് കൊടുക്കുക നിങ്ങൾക്ക്. ഇവിടെ കണ്ടും ഫൈനൽ കട്ട് ക്യാമറ വുഡ് ലൈക്ക് ടു ഗെറ്റ് റൈറ്റ് ആക്സസ് ടു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ്. അതായത് നിങ്ങളിപ്പം ഹൈ ക്വാളിറ്റി വീഡിയോസ് ഇപ്പോൾ 15 Pro Max ആണെങ്കിൽ നമുക്ക് ലോക്ക് ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലോക്ക് ഫോർമാറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ലോക്ക് ഫോർമാറ്റിലേക്ക് നമുക്ക് വീഡിയോസ് ഒത്തിരി നേരം എക്സ്റ്റൻഡ് ഡ്യൂറേഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ ഈ ചോദിക്കുന്നത്. ജസ്റ്റ് അലോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമ്മുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവിടെ മുകളിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കണക്ട് ടു ലൈവ് മൾട്ടി ക്യാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫൈനൽ കട്ടിൻ്റെ ഒരു ആപ്പാണ് ഞാൻ ഇതെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഫൈനൽ കട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇത് കൂടുതലും ബെറ്ററായിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫൈനൽ കട്ടിൻ്റെ ഒരു ആപ്പ് വേർഷൻ നിങ്ങളുടെ മാക്ബുക്കിലും ഐപാഡിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടൊരു എക്സ്പീരിയൻസിനകത്ത് കിട്ടുന്നതായിരിക്കും. അതായത് മൾട്ടി ക്യാം എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കതിനകത്തുണ്ട്. അതായത് നമ്മളിപ്പം ഈ ഒരു ഫൈനൽ കട്ട് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫൈനൽ കട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാനും പറ്റുന്നൊരു ഫീച്ചറാണ് ഈ മൾട്ടി ക്യാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൾട്ടി ക്യാം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടും ഒരു ഏതെങ്കിലും മാക്ബുക്കിലോ അല്ലെങ്കിൽ ഐപാഡിലോ നിങ്ങൾക്കൊരു ഫൈനൽ കട്ടിൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതായത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൈവ് മൾട്ടി ക്യാം എന്ന് പറഞ്ഞൊരു ഫീച്ചർ യൂസ് ചെയ്ത് അതിനകത്തേക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫൈനൽ കട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ 1000 ദിർഹംസിന് മുകളിൽ തന്നെ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് നാട്ടിലൊരു 22,000-23,000 റേഞ്ചിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രൈസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷനിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് മൾട്ടി ക്യാം എന്ന് പറഞ്ഞാൽ. മൾട്ടി ക്യാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കാരണം എൻ്റെ ഫൈനൽ കട്ടിൻ്റെ ഒരു വേർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, എൻ്റെ ഐപാഡിലും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാട്ട് നിങ്ങൾക്ക് ഇതാണ് മൾട്ടി ക്യാം എന്ന് പറയുന്നത്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടി ക്യാം യൂസ് ചെയ്യാനുള്ളൊരു സെക്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ കട്ടും വെൽക്കം ടു ലൈവ് മൾട്ടി ക്യാം എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കാൻ അവിടെ കട്ടും നമ്മുടെ ഫൈനൽ കട്ട് ക്യാമറ ടു ആക്സസ് ബ്ലൂടൂത്ത് ഡിവൈസ്, അതായത് നമ്മുടെ ബ്ലൂടൂത്ത് റേഞ്ചിലുള്ള നമ്മുടെ ബാക്കിയുള്ള ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ജസ്റ്റ് അലോ കൊടുക്കാം. അപ്പോൾ അലോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡിവൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ കട്ടിൻ്റെ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നിരിക്കും. കട്ടും നോൺ ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ ഈ ഒരു ഫൈനൽ കട്ടിൻ്റെ ഒരു വേർഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടും എൻ്റെ M2 iPad Pro കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഐ ബട്ടൺ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ടു ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഓട്ടോമാറ്റിക്കലി കണക്ട് എന്നുള്ള ഈ ടോഗിൾ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജസ്റ്റ് കണക്ട് ടു ഡിവൈസ് കൊടുക്കുന്നുണ്ട്. കണക്റ്റും അൺഎബിൾ ടു കണക്ട് ടു iPad Pro എന്ന് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ കട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ഐപാഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മൾട്ടി ക്യാം യൂസ് ചെയ്ത് ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഐപാഡിൽ ഈ ഒരു ഫൈനൽ കട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ഫൈനൽ കട്ട് നിങ്ങളുടെ ഐപാഡിലോ മാക്ബുക്കിലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് മൾട്ടി ക്യാം വീഡിയോ നിങ്ങൾക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ഫോർമാറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് നമുക്ക് ഫോർമാറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഹൈ എഫിഷ്യൻസി മോഡുണ്ട്, HDR ഉണ്ട്, 4K ഉണ്ട്, അതിൻ്റെ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹൈ എഫിഷ്യൻസി മോഡിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആപ്പിൾ ProResൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ProRes സെലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റോറേജ് ഇവിടെ കംപ്ലീറ്റ്ലി ഔട്ടാണ്. എനിക്കിപ്പം ProResൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ അത് നമുക്ക് 0 മിനിറ്റ്സാണ് കാണിക്കുന്നത്. അതായത് മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളാണ്, വീഡിയോ റെക്കോർഡ് ആവത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഹൈ എഫിഷ്യൻസി മോഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിവിടെ 52 മിനിറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള മെമ്മറി എൻ്റെ ഫോണിൽ ഉണ്ട്. അതായത് നമുക്ക് HDR മോഡ് നമുക്ക് ഇവിടെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ HDRും SDRും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ SDR ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാനുവലി തന്നെ നമുക്ക് ഇവിടെ തന്നെ ഈ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റെസൊല്യൂഷൻ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. 4K ഉണ്ട്, 1080 ഉണ്ട്, 720 ഉണ്ട്.
ഇപ്പോൾ നമുക്ക് ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ക്യാമറയുടെ ആ ഒരു സെറ്റിങ്ങിൽ പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്കിവിടെ ഒരു ഓഡിയോ മീറ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഓഡിയോ നമുക്ക് ക്ലിപ്പിംഗ് ചെയ്യുന്നുണ്ടോ ഇല്ല, നമുക്കിപ്പം ഒത്തിരി ഹൈ ഓഡിയോ ആണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റുന്നതാണ്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു സൂം ഐക്കൺ കിട്ടുന്നുണ്ട്, ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നമുക്ക് സൂം ചെയ്യാനുള്ള ഒരു സ്ലൈഡർ വരുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ട് നമുക്ക് 24mm ലെൻസാണ് ഇപ്പോൾ കറലി ചൂസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് അതിനകത്ത് ടാപ്പ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു 15 Pro Max ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 തരം ലെൻസ് കിട്ടുന്നതായിരിക്കും. 13mm ഉണ്ട്, 24 ഉണ്ട്, 120 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് ലെൻസ് വേണോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 13mm ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സൈഡിൽ നോക്കി നമുക്കൊരു ചെറിയൊരു ആരോ കൊടുക്കുന്നുണ്ട്. ഈ ആരോ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സെറ്റിങ്സ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബൾബിൻ്റെ ഐക്കൺ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണിക്കുന്ന വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് നമുക്ക് ഇവിടെ ഓട്ടോ ഉണ്ട്. നമുക്ക് മാനുവലായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് ബാലൻസ് സെലക്ട് ചെയ്ത് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, നമുക്ക് ഡേ ലൈറ്റ് വരുന്നുണ്ട്, ഷാഡോസ്, ക്ലൗഡ്, ടങ്സ്റ്റൺ, ഫ്ലൂറസെൻറ്റ്, ഫ്ലാഷ്, അങ്ങനെ നമുക്കൊരു മാനുവൽ ക്യാമറയിൽ വരുന്ന ഒരു DSLRലോ അല്ലെങ്കിൽ ഒരു മിറർലെസ് ക്യാമറയിൽ വരുന്ന അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാൽ 2500 കെൽവിൻ തൊട്ട് നമുക്ക് ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് 1,00,000 കെൽവിൻ വരെ നമുക്കിത് സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വൈറ്റ് ബാലൻസ് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വന്നാൽ നമുക്കൊരു പ്ലസ് ഐക്കൺ വരുന്നുണ്ട്. അത് നമുക്ക് എക്സ്പോഷർ സെറ്റിംഗ് ആണ് അതിനകത്ത് വരുന്നത്. എക്സ്പോഷർ നമുക്ക് ഇത് കണക്ക് തന്നെ നമുക്കിവിടെ ഓട്ടോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഇട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ ISO നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഓട്ടോ ഫോക്കസിൻ്റെ ഒരു സെറ്റിംഗ് നമുക്കിവിടെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫോക്കസിൻ്റെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ഇത്തരത്തിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാനുവലും ഓട്ടോയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റിംഗ് കൂടെ വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഓറിയൻറ്റേഷൻ ഏത് സൈഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഓട്ടോ റൊട്ടേറ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അൺലോക്ഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് ചരിക്കുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ഓറിയൻറ്റേഷൻ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ ക്യാമറ സ്വിച്ചർ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്യാമറ ആപ്പിൽ വന്നിരിക്കുന്ന മെയിൻ ഫീച്ചേഴ്സ്. അതായത് നമുക്ക് ഒരു ആൻഡ്രോയിഡ് ലെവലിലുള്ള അത്രയും നമുക്ക് മാനുവലായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിളിൻ്റെ തന്നെ സോഫ്റ്റ്വെയറായി ഈ ഒരു ആപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇത് യൂസ് ചെയ്ത് വളരെ നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കേണ്ട നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടുതൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കാണുന്നതായിരിക്കും. See you.